ഇന്നൊരു മാംഗോ ഷേക്കിൻ്റെ റെസിപ്പി ആട്ടോ. ഇതിപ്പോൾ റെസിപ്പി ആയിട്ട് കാണിക്കാൻ മാത്രം, ഒരു വീഡിയോ കാണിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കഴിക്കാൻ അടിപൊളിയാട്ടോ, അതും ഈ ചൂട് സമയത്ത്. അപ്പോൾ ഒരു ഗ്ലാസ് മതി, നമുക്ക് നല്ല റിഫ്രഷ്മെൻറ്റ് തോന്നും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നാരില്ലാത്ത മാങ്ങ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടോ. അപ്പോൾ നാരില്ലാത്ത മാങ്ങയാണ് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ അതൊന്ന് ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഐസ് ഉണ്ടല്ലോ, ഐസല്ല പാൽ ഐസാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കവർ പാൽ എടുക്കുന്നതാണ് നല്ലത്. അത് പാസ്ചറൈസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് തിളപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇനി മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ഏലക്ക ഞാൻ ചേർക്കുന്നുണ്ട്. ഏലക്ക തൊലി മാറ്റിയിട്ട് ഉള്ളിലെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്ക ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതല്ലാന്നുണ്ടെങ്കിലും വാനില എസൻസ്, ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 5 സ്പൂണ് ചേർക്കുന്നുണ്ട്. അപ്പം മധുരം ഓരോരുത്തരുടെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടയായിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ തന്നെ നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്നും അറിയാതെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് മാങ്ങ കടിക്കാൻ കിട്ടുന്ന നല്ലതല്ലയോ. അപ്പം ഈ ചൂട് സമയത്ത് ഇതേപോലൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ അടിപൊളിയാട്ടോ. അപ്പോൾ മാങ്ങ എല്ലായിടും ഉണ്ടല്ലോ, സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ മിക്ക വീടുകളിൽ പാലും കാണും. അതുകൊണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് നല്ല രുചികരമായിട്ടുള്ള ഷേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു അലങ്കാരത്തിന് വേണ്ടി മുകളിൽ ഒരു മല്ലിയില 2 ഗ്ലാസ്സിലും വെച്ച് കൊടുത്തതേ ഉള്ളൂ. കൂടുതൽ വിശേഷമൊന്നുമില്ല, ചുമ്മാ ഒരു കാണാൻ രസത്തിന് വേണ്ടി മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.